അങ്ങനെ സൺറൈസും മൂഞ്ചി നേരെ താഴത്തിറങ്ങി കുറുമ്പലംകോട്ടയിൽ നിന്ന് അവിടുന്ന് പിന്നെ ഒരു ഒറ്റപ്പെടുത്ത 100-110 നേരെ മജീദ് ഖാന്റെ ചായക്കടയ്ക്ക്. വിശന്ന് പള്ള കത്തിയായിരുന്നു. അപ്പോഴാണ് നേരെ ലൊക്കേഷൻ നോക്കി നേരെ തപ്പി പിടിച്ച ആണ്ട് എത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോ കിടിലൻ തിരക്ക് കിട്ടോ. ഒന്നും നോക്കിയില്ല, നേരെ അടുക്കളയിക്കാണ്ട് കയറി. ബീഫ് വേവണ കണ്ടിരിക്കാണ് എന്താ രസം. ഒന്നും നോക്കിയില്ല, നേരെ കയറി വന്നാണ്ട് ഓർഡർ ആണ്ട് ചെയ്ത് തിന്നലാണ്ട് തുടങ്ങി. എന്താ ടേസ്റ്റ് എന്ന് അറിയോ? നല്ല ടേസ്റ്റ്. അങ്ങനെ തിന്നു കഴിഞ്ഞാണ്ട് ഞങ്ങള് നേരെ വിട്ടിട്ടാ ലൊക്കേഷൻ ഇങ്ങനെ കണ്ട് വൈബടിച്ച് ഇങ്ങനെ പോയി നേരെ റൂം കിട്ടും. നമ്മൾ റൂം എടുത്ത് മേപ്പാടിയിലാട്ടോ. അപ്പൊ നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത്. ഒരു ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പ്. എന്തായാലും അടിപൊളി വൈബ് സ്ഥലം തന്നെ ആയിരുന്നു. നമ്മുടെ റൂം മേലായിരുന്നു. ഞങ്ങള് നേരെ വന്നു, ഫ്രഷ് ആയി നേരെ ഒറ്റ കിടന്നുറങ്ങും. വൈകുന്നേരം നീച്ചപ്പോഴോ നല്ല കിടിലൻ ചായയും സ്നാക്സും അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയും കുടിച്ചാണ്ട് ഞങ്ങള് നേരെ പുറത്തിറങ്ങിട്ട ക്യാമറ എടുത്ത് കാണും. ഹോം സ്റ്റേന്റെ പുറത്തന്നെ കണ്ടില്ല കിടിലൻ തേയിലം തോട്ടാട്ടോ. അങ്ങനെ സൺസെറ്റിന്റെ മുന്നായിട്ട് തന്നെ കുറച്ച് അടിപൊളി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് എടുത്ത് തുടങ്ങിയിട്ട് അപ്പൊ കൊണ്ട് ചെക്കന്മാരും കൊണ്ട് എത്തി. ഓർക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് എടുത്ത് ഓരെ കൊണ്ട് നമ്മളും കപ്പിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചും ചെയ്യും. അങ്ങനെ നമ്മളെ കപ്പിൾ ഫോട്ടോസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും. കാരണം എന്റെ റീൽ പോസ്റ്റിംഗ് ഒക്കെ കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നത്. ഈ ട്രിപ്പ് പോയിട്ട് കുറച്ച് കഴിക്കണിട്ടാ, അപ്പൊ എടുത്തൊന്നല്ലേ. അങ്ങനെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചേരം അവിടെ വൈബും സോറിയും പറഞ്ഞിരുന്നു കണ്ട് നേരെ പൂളിക്കാണ്ട് ഇറങ്ങാൻ പോയിട്ടാ. നീന്തി കുളിച്ച് വൈബടിച്ച് കണ്ടിട്ട് കിടന്നുണ്ട് ഉറങ്ങി. ലാസ്റ്റ് ഗുഡ് നൈറ്റ്. ബാക്കി നാളെ അടുത്ത എപ്പിസോഡ്.